ഭാരതവുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. കശ്മീർ വിഷയത്തിലടക്കം ഉപാധികളോടെയുള്ള ചർച്ചയ്ക്ക് തയ്യാറെന്നാണ് പാക് പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുന്നത്. വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷം ആദ്യമായാണ് ഷഹബാസ് ഷെരീഫ് ചർച്ചയെക്കുറിച്ച് പരാമർശിക്കുന്നത് പോലും. എസ് നന്ദഗോപൻ വിവരങ്ങൾ നൽകും. നന്ദൻ, ഈ കശ്മീർ വിഷയം ഇനി ചർച്ച ചെയ്യുന്നേയില്ല, അത് ചർച്ചയ്ക്ക് അടഞ്ഞ അധ്യായമാണ്. ഇനി ചർച്ച ഉണ്ടെങ്കിൽ അത് പാകിസ്ഥാൻ അധിനിവേശ ജമ്മു കാശ്മീരിനെ കുറിച്ച് മാത്രം. അത് പല ആവർത്തി ഭാരതം വ്യക്തമാക്കിയ ഒരു സാഹചര്യമുണ്ട്, പ്രധാനമന്ത്രി അടക്കമുള്ളവർ. അതിന് പിന്നാലെ ഷഹബാസ് ഷെരീഫിന്റെ ഇപ്പോൾ ഈ ചർച്ചയാകാമെന്ന നിലപാടിൽ ഉപാധികൾ മുന്നോട്ട് വയ്ക്കുകയാണോ? ഇന്ത്യയുമായി സമാധാന ചർച്ചകളിൽ ഏർപ്പെടാൻ തയ്യാറാണെന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വ്യക്തമാക്കിയത്. ഭീകരാക്രമണത്തിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായിരുന്നു. ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായ പാകിസ്ഥാനിലെയും അതേപോലെ തന്നെ പാക് അധീന കാശ്മീരിലെയും 9 ഇടങ്ങളിലെ ഭീകരവാദ കേന്ദ്രങ്ങൾ ഭാരതം ആക്രമിച്ചിരുന്നു. പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും ഡ്രോണുകളും മിസൈലുകളും അതേപോലെ തന്നെ ദീർഘദൂര ആയുധങ്ങളും ഉപയോഗിച്ച് 3 ദിവസം വലിയ രീതിയിലുള്ള ആക്രമണങ്ങളും ഏറ്റുമുട്ടലുമായിരുന്നു നടന്നിരുന്നത്. 10-ാം തീയതി വെടിനിർത്തൽ കരാർ ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാന് മേൽ ഭാരതം നയതന്ത്ര ഉപരോധം ഏർപ്പെടുത്തിയത് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചുകൊണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അത് എടുത്തു മാറ്റുവാൻ വേണ്ടി ആ കരാർ മരവിപ്പിച്ച നടപടി പുനഃപരിശോധിക്കാനുള്ള ഒരു ആവശ്യം ഭാരതം അത് പൂർണ്ണമായും നിരാകരിച്ചിരുന്നു. ഇന്ത്യൻ ഇതാവശ്യപ്പെട്ട് കത്തയച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ സിന്ധ് മേഖല മരുഭൂമിയായി മാറുകയാണെന്നായിരുന്നു ഈ പാകിസ്ഥാൻ കത്തിൽ ആരോപിച്ചത്. ജലവിതരണം പുനരാരംഭിച്ചുകൊണ്ട് ഇന്ത്യ കരുണ കാണിക്കണമെന്നും പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ ഈ സിന്ധു നദീജലക്കാർ ആരോപിച്ച നടപടിയിൽ മാറ്റമില്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കഴിഞ്ഞ ദിവസവും വ്യക്തമാക്കിയതാണ്. ഭീകര കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ അടച്ചുപൂട്ടണമെന്നുള്ളതാണ് പ്രധാനമായും ഭാഗം ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, പാകിസ്ഥാനുമായുള്ള ചർച്ചകൾ അത് ഭീകരതയെക്കുറിച്ച് മാത്രമായിരിക്കും എന്നുള്ളത് പ്രധാനമന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ പക്കൽ കൈമാറേണ്ട ഭീകരരുടെ പട്ടികയുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അത് ചെയ്താൽ മാത്രമാണ് ചർച്ചയുള്ളൂ. തീവ്രവാദത്തിൽ എന്തു ചെയ്യുമെന്ന് പാകിസ്ഥാനുമായി ചർച്ച ചെയ്യാൻ ഇന്ത്യ തയ്യാറാണെന്നും പ്രധാനമായും സൂചന നേരത്തെ തന്നെ നിലപാടെടുത്തിരുന്നതായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ POJക്കെയാണ് മറ്റൊരു വിഷയം. പാകിസ്ഥാൻ കൈയടക്കി വെച്ചിരിക്കുന്ന ഭാരതത്തിന്റെ ഭാഗം അത് വിട്ടുകിട്ടണം. ഈ 2 വിഷയങ്ങളിൽ മാത്രമാണ് ഭാരതം ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ള കാര്യം നേരത്തെ തന്നെ ഭാരതം വ്യക്തമാക്കിയതായിരുന്നു. എന്നാൽ സിന്ധു നദീജലവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനിലെ വിവിധ ഭാഗങ്ങൾ മരുഭൂമിയായി മാറുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഭാരതത്തിന് മുന്നിൽ മുട്ടുമടക്കുവാൻ വേണ്ടി ഇപ്പോൾ പാകിസ്ഥാൻ തയ്യാറായിരിക്കുന്നത്. അതിനുപരി പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഏത് പ്രകോപനവും, അതായത് ഓപ്പറേഷൻ സിന്ദൂർ മാത്രമാണ് താൽക്കാലികമായി അതിൽ ഇപ്പോൾ ഒരു അന്ത്യം കുറിച്ചിരിക്കുന്നത്. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല ഭീകരവാദം നിർത്തിയതിനു ശേഷം മാത്രമേ ചർച്ചയ്ക്ക് സാധ്യതയുള്ളൂ എന്ന് ഭാരതത്തിന്റെ സന്ദേശം ഇതിനു മുൻപ് തന്നെ ശക്തമായി പാകിസ്ഥാനിലേക്ക് എത്തിയതാണ്. അതിന് പിന്നാലെ മാത്രമാണ് ഇങ്ങനെ ചർച്ചയാകാം എന്നുള്ള പ്രതികരണം പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് മുന്നോട്ട് വന്നത്. നന്ദി, തുടരുക. നമുക്ക് ഷഹബാസ് ഷെരീഫിന്റെ വാക്കുകൾ കേട്ടതിന് ശേഷം മടങ്ങിയെത്താം. अमन की बात करो तो उसके लिए हम तैयार हैं और इस अमन के लिए जो लाजमी शराइत हैं वो तुम्हें अच्छी तरह पता है, मगर मैं दोबारा ज़हन नशीब कराना चाहता हूँ कि मकबूजा कश्मीर के अवाम को उनका हक के खुद इरादियत का अक़वाम मुत्तहिदा की करारदादों के मुताबिक उनको देना होगा।